മലയാളികൾ 2 ദിവസത്തിലേറെയായി ചർച്ച ചെയ്യുന്നൊരു പേര് തന്നെയാണ് രേണു സുധിയുടേത്. ട്രോളുകളിലും അതുപോലെ ഒരുപാട് വിമർശനങ്ങൾക്ക് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയ പിന്തുണയ്ക്കുന്നത് രേണു സുധിയെ തന്നെയാണ് എന്ന് പറയാം. അതിനൊരു കാരണം കൂടിയുണ്ട്. എല്ലാവരും വളരെ ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു വ്യക്തി ഒരൊറ്റ ദിവസം കൊണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയും പ്രേക്ഷകരുടെ സ്വാധീനം പിടിച്ചു പറ്റുകയും ചെയ്യുന്നത് താൻ ക്യാൻസർ രോഗിയാണ് എന്നറിയിച്ചുകൊണ്ടാണ്. പലരും മറച്ചു വയ്ക്കുന്ന, പുറത്തു പറയാൻ പ്രയാസമായിട്ടുള്ള, പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ കഴിയുന്ന ഒരു അസുഖമാക്കി മാറ്റുന്ന ക്യാൻസറിനെ സന്തോഷവതിയായി തുറന്നു കാണിച്ചാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണു സുധി എത്തുന്നത്. 15ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ മാറത്ത് ഇങ്ങനെയൊരു മുഴ കണ്ടിരുന്നു. അന്ന് അത് വേദന ഉണ്ടാക്കിയില്ല. ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞിരുന്നത്. വേദനയുണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നത്, കുറച്ചുകൂടി നാൾ നോക്കാം എന്നതായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാത്തൊരു പ്രായമാണല്ലോ 15-16 വയസ്സ് എന്നത്. ആ മുഴ എൻ്റെ കൂടെ വളർന്നു. ഇപ്പോൾ അതിന് ചെറിയ വേദനയുണ്ടായിരുന്നു. എന്നാൽ വേദനയില്ലാത്ത മുഴകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് ഇത്രയും വലുതായതിന് ശേഷമാണ് അതിന് മുഴ ഉണ്ടായത് പോലും. അതിപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്നത് ക്യാൻസർ എന്ന രോഗത്തിലേക്ക് തന്നെയാണ്. ഇപ്പോൾ അത് ലങ്സിലേക്കും ഹാർട്ടിലേക്കും വരെ പരന്നു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ചെറിയ സ്പോട്ടുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ മറ്റുള്ള ഓർഗനുകളെയും അത് ബാധിക്കും എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് രേണു സുധി തന്നെ വെളിപ്പെടുത്തി. കൊല്ലം സുധിയെയും മകനെയും പൊന്നുപോലെ നോക്കാനായി സുധി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് രേണു സുധി. അന്നു മുതൽ രേണു സുധി എന്ന് തന്നെയാണ് ആര് പേര് ചോദിച്ചാലും പറയാറുള്ളത്. രേഷ്മ എന്ന തൻ്റെ പേരോ തങ്കച്ചൻ എന്ന തൻ്റെ അച്ഛൻ്റെ പേരോ പറയാൻ ഇഷ്ടമല്ലാത്ത രേണു മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യ തന്നെയാണ്. സുധിയുടെ മരണത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും നേരിടേണ്ടി വന്ന രേണു ശരിക്കും ഉള്ളിൽ കൊണ്ട് നടന്നത് ഇങ്ങനൊരു ക്യാൻസർ ഗ്രന്ഥിയാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. രേണുവിനെ കളിയാക്കാത്ത, രേണുവിൻ്റെ റീൽസ് കണ്ട് രേണുവിനെ മോശം പറയാത്ത ആരും ഒരുപക്ഷെ ഉണ്ടാകില്ല. എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ചെയ്തതിനെല്ലാം തന്നെ അവർ മാപ്പ് പറയുകയുണ്ടായി. കിച്ചുവിനെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ് സുധിയെ വിവാഹം കഴിച്ചവളാണ് രേണു. അങ്ങനെ തന്നെ നോക്കുകയും ചെയ്തു. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കും കിച്ചുവിന് തൻ്റേതായ സ്ഥാനത്ത് നിൽക്കണമെന്നതും അത് കൊല്ലത്ത് തന്നെ നിൽക്കണമെന്നുള്ളതും അവൻ്റെ ആഗ്രഹമായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവൻ്റെ അച്ഛന് വേണ്ടി പണിതു കൊടുത്ത വീട്ടിൽ നിന്നും അവനിപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. രേണു സുധിയും കിച്ചുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഇടയ്ക്ക് വെച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നത് പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം അവരുടെ കുടുംബകാര്യമാണ് എന്ന് പറഞ്ഞ് വിടണമെന്ന് അന്നേ പ്രേക്ഷകരെല്ലാവരോടും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്യാൻസർ ബാധിതയാണ് എന്ന് പോലും എല്ലാവരും രേണുവിനെ പറ്റി പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം രേണു സുധിയായി തന്നെ മാറുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.